ആരാണ് ഏറ്റവും കൂടുതൽ ജീവനുകൾ രക്ഷിക്കുന്നത്? ഡോക്ടറാണോ അല്ല മറ്റു പല ആളുകളാണോ? പല രീതിയിലുള്ള ജീവൻ രക്ഷപ്പെടുത്തിയ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊതിച്ചു പോകാണ്ട് നമുക്കങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കാരെങ്കിലും അങ്ങനെ സഹായിക്കാൻ കഴിയുന്നെങ്കിൽ, മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുക എന്ന വലിയൊരു പുണ്യകർമ്മമാണ്. അത് ലോകത്തുള്ള മുഴുവൻ ആളെ രക്ഷപ്പെടുത്തുന്ന പോലെ അത്ര വലിയൊരു പുണ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു അറിവ്, ഒരുപാട് ആളുകളെ ജീവൻ രക്ഷിക്കാൻ പ്രേരണമാകുന്ന നല്ലൊരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആ വീഡിയോ മൊത്തം നിങ്ങൾ കാണുക. നമസ്കാരം. കേരളത്തിൽ ചൂട് അസഹനീയമാകുകയാണ്. അതിന്റെ കൂടെ തന്നെ വീടിനുള്ളിലെ പാമ്പ് കടികളും അതുമൂലം ഉണ്ടാവുന്ന മരണങ്ങളും ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് വീടിനുള്ളിൽ വെച്ചിട്ട് പാമ്പ് കടി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ചൂട് പാമ്പുകൾക്കും അസഹനീയമാണ്. അവരെ തണുപ്പ് നോക്കിയിട്ടാണ് വീടിനുള്ളിലേക്ക് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് ജനല്. ചൂട് കാരണം തന്നെ ജനൽ തുറന്നിട്ട് ഉറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പലപ്പോഴും ജനലിലൂടെയാണ് ഇവരെ ഉള്ളിലേക്ക് വരുന്നത്. രണ്ടാമത്തേത് ചെടികൾ. പ്രത്യേകിച്ച് ജനലിന്റെ ഭാഗത്തൊക്കെ നമ്മുടെ വീടിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ക്രീപ്പേഴ്സ്, ഇങ്ങനെ പടർന്നു വളരുന്ന ചെടികൾ ഉണ്ടെങ്കിൽ വെട്ടിക്കളയേണ്ടതാണ്. മൂന്നാമത്തേത് പൂന്തോട്ടം. നമ്മൾ എപ്പോഴും നനയ്ക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ പാമ്പുകളെ ഈ ചെടിച്ചട്ടിയിലും ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ കാണാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നാലാമത്തേത് ഷൂസ്. ഇടുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കുട്ടികൾ നമ്മളെല്ലാവരും ഷൂസിൻ്റെ ഉൾഭാഗത്തൊന്നും ഇല്ല എന്നുള്ളതൊന്ന് കുടഞ്ഞ് ഉറപ്പുവരുത്തേണ്ടതാണ്. അഞ്ചാമത്തേത് ബെഡ്. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ബെഡ് തട്ടിക്കുടഞ്ഞു വിരിക്കുക. അതായത് തലയണ, അതുപോലെ ബെഡ്ഷീറ്റ്, ഇതിൻ്റെ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പൈപ്പ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് മലിനജലമൊക്കെ, പ്രത്യേകിച്ച് വാഷ് ബേസിൻ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, അതിൻ്റെയൊക്കെ വെള്ളം, മലിനജലം പുറത്തേക്ക് പോകുന്ന പൈപ്പ് പലപ്പോഴും നമ്മുടെ പറമ്പിലൊക്കെ ഓപ്പൺ ആയിട്ട്, അതിൻ്റെ ഓപ്പൺ എൻഡ് ഓപ്പൺ ആയിരിക്കും. ആ ഭാഗം നിങ്ങളൊരു നെറ്റ് വെച്ചിട്ട് മറയ്ക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ പാമ്പുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് അടുക്കള വർക്ക് ഏരിയ. പലപ്പോഴും നമ്മൾ വിറകൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തണുപ്പ് കാരണം തന്നെ പാമ്പുകൾ പലപ്പോഴും ഈ വർക്ക് ഏരിയ ഭാഗത്താണ് എപ്പോഴും പാമ്പുകളെ നമ്മൾ കാണുക. ആ ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുമരുകളിൽ എന്തെങ്കിലും ക്രാക്കുകൾ ഉണ്ടെങ്കിൽ അതിനുള്ളിലൂടെ പാമ്പ് ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള വല്ലതുണ്ടെങ്കിൽ അടയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അവസാനം, വീടിൻ്റെ ചുറ്റും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക. കാരണം വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഈ എലി പോലെയുള്ള സംഭവങ്ങൾ വരിക. ഈ എലിയെ പിടിക്കാൻ പാമ്പ് വരും. അത് അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ കാടും പടലൊക്കെ ഉണ്ടെങ്കിൽ അതിലും പാമ്പുകളെ കാണാം. അപ്പോൾ വീടിന് ചുറ്റുപാടും വീടും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ആപ്പിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിലും പലതരം ആപ്പുകളുണ്ട്. പക്ഷേ ഈ ഒരു ആപ്പ് നിങ്ങൾ ദയവ് ചെയ്ത് സൂക്ഷിക്കുക. ഈ ആപ്പാണ് സർപ്പ ആപ്പ്. നിങ്ങൾ ഈ കാണുന്ന SARPA സർപ്പ ആപ്പ്. ഇത് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആധികാരികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആപ്പാണ്. ഈ ആപ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. നിങ്ങളുടെ മൊബൈൽ നമ്പറോ മെയിൽ ID ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഒരു OTP കിട്ടും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്ത് ഒരു പാമ്പിനെ കണ്ടാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പാമ്പ് കടി ഏറ്റാൽ നിങ്ങൾക്ക് എന്തൊക്കെ സഹായം വേണം അത് മുഴുവൻ ഈ ആപ്പിലുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ? റിപ്പോർട്ട് എ സ്നേക്ക് ബൈറ്റ്, സ്നേക്ക് ഐഡന്റിഫിക്കേഷൻ, അതുപോലെ തന്നെ റിസോഴ്സസ്, സ്നേക്ക് റെസ്ക്യൂവർ. നിങ്ങളുടെ തൊട്ടടുത്ത് ഇതിൽ ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത് ആധികാരികമായിട്ടുള്ള ഗവൺമെന്റിന്റെ സ്നേക്ക് റെസ്ക്യൂവർ ആരാണ്, അവരുടെ നമ്പർ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ്, ഇതെല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരുന്ന ഒരു ആപ്പാണിത്. ഇത് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും പാമ്പ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്പ് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം മാക്സിമം പേരിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ബൈ.